എല്ലാവർക്കും നമസ്കാരം. ഈ ഈ ബായിനെ അറിയുമെന്നറിയില്ല. അമൽ എന്നാണ് പേര്. കനിവ് ആംബുലൻസ് ഓടിക്കുന്ന ആളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സൗത്തിലെ ഓവർബ്രിഡ്ജിൻ്റെ താഴെ ഞാൻ ഒരു ആംബുലൻസിൻ്റെ പശ്ചാത്തലത്തിൽ ഈ അമലിനെ നിർത്തിയൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ഓർക്കണ്ടോന്നറിയില്ല. 2 ലക്ഷത്തിന് മേലെ വരുന്ന ബൈക്ക് ആരോ ഏതൊരു ബിരുദൻ അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഈ കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൂട്ടി വെച്ച് ലോൺ എടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ഒരു ബൈക്കാണ്. നല്ല രസമുണ്ടായിരുന്ന ബൈക്ക് കാണാനായിട്ടാണ്. ആ ബൈക്ക് ഏതായിരുന്നു? R15 എന്ന് പറയുന്ന ബൈക്കായിരുന്നത്. അത് ഏറ്റവും നല്ല മനോഹരമായിട്ടുണ്ടായിരുന്നു. ആ ബൈക്ക് ആരും മോഷ്ടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഈ ബൈക്ക് കൊണ്ടുപോയ ബിരുദനെ വലപ്പാട് പോലീസ് പിടിച്ചു. അവിടെ ഇവൻ ഈ ബിരുദൻ അടിച്ചു മാറ്റി. ബിരുദൻ എന്ന് പറയാൻ കാരണം പ്രായപൂർത്തിയാവാത്തവനാണ്. പ്രായപൂർത്തിയാവാത്ത ആൾക്കാരെ നമ്മുടെ പേരോ മറ്റോ ഒന്നും പറയാൻ പറ്റില്ല, ഒരു കാര്യം പറയാൻ പറ്റില്ല. അത് 18 വയസ്സ് കഴിഞ്ഞ് തികയാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ പറയണേ. അപ്പോൾ നിങ്ങൾക്ക് അവൻ്റെ പേര് പറയാനൊക്കെ പറയണം, പക്ഷേ പേര് പറയാൻ പറ്റില്ല, പേര് പറഞ്ഞ കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വലപ്പാട് കൊണ്ടുപോയി വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് വലപ്പാട് അതിൻ്റെ സൈലൻസറൊക്കെ മാറ്റി ഭയങ്കര സൗണ്ടിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വലപ്പാട് പോലീസ് പൊക്കി. ഇവർ വണ്ടി ഇട്ടുകൊണ്ട് ഓടി. അപ്പോൾ വലപ്പാട് പോലീസ് അവിടെ ചെന്ന് ഈ സാധനം പിടിച്ചു. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ബൈക്ക് നമ്മുടെ ചാലക്കുടി സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ആ ബൈക്കിൻ്റെ സ്ഥിതി വളരെ മോശം. എത്ര മനോഹരമായിട്ടുള്ള ബൈക്ക് മുഴുവനും സ്ക്രാച്ച് വരുത്തി അതിൻ്റെ ടാങ്ക് കുത്തിപ്പൊളിച്ച് എന്തെന്നാ പറയുക. കാണുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച വണ്ടി സ്നേഹികളോട് പറയാം, നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടു കഴിഞ്ഞാലുള്ള സ്ഥിതി അത്രയും വിഷമത്തോടു കൂടി, അന്നും വിഷമത്തോടു കൂടി സംസാരിക്കുന്നു. ഇന്ന് വണ്ടി കിട്ടിയെങ്കിലും വളരെ വിഷമത്തോടു കൂടിയാണ് അമലിൻ്റെ കൂടെ നിൽക്കുന്നത്. ബാക്കി അമലിനോട് നമുക്ക് ചോദിച്ചറിയാം. നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ സൗത്ത് ഓവർബ്രിഡ്ജിൻ്റെ താഴേക്ക് വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള ആളുകളുണ്ട്, പ്രായപൂർത്തിയാവാത്തവർ ഈ വാഹനം കടിച്ചു മാറ്റി കൊണ്ടുപോയാൽ ഇത് തന്നെയാണ്. വേറെ ഒന്നുമില്ല, ഇവർ നിർത്തിയില്ല. ഇനി എത്ര കാശ് പൊട്ടിക്കണം എന്നുള്ളത് അമലിനറിയാം. ആ വണ്ടിയുമേ അത് ഇങ്ങനെ കിട്ടും എന്നുള്ളതും പറയാൻ പറ്റില്ല. പാലക്കാട് സ്റ്റേഷൻ അവിടുത്തെ സാറുമാരാണ് പിടിച്ചായിരുന്നത്. എന്നിട്ട് നേരെ ചാലക്കുടി സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു പയ്യനാണ് എടുത്തുകൊണ്ട് പോയത്, വണ്ടി എടുത്തുകൊണ്ട് പോയത്. അതിന് പ്രായപൂർത്തിയായിട്ടില്ല. അപ്പൊ വണ്ടി ആകെ നശിപ്പിച്ചു. അവ മൊത്തം സൈലൻസർ മാറ്റി, നമ്പർ പ്ലേറ്റ്, പിന്നെ അതേമാതിരി തന്നെ വണ്ടി മൊത്തം സ്ക്രാച്ച് ആക്കി ആകെ വണ്ടി നശിപ്പിച്ച് വയറിങ് കട്ടിങ് എല്ലാ കാര്യങ്ങളും അവൻ നടന്ന് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതാകെ നശിച്ച് ഇനി എന്തിട്ട് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തില്ല. നല്ലൊരു കാശ് നല്ലൊരു കാശ്. ടാങ്ക് കുത്തി പൊളിച്ചിട്ടുണ്ട്, മറ്റേ ലോക്ക് ഇതാക്കിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ വണ്ടി ഇനി പുതിയത് ഒരെണ്ണം മേടിക്കേണ്ട അവസ്ഥയിലേക്ക് ആക്കി. ഇപ്പൊ ഇവര് വലപ്പാട് പോലീസ് എങ്ങനെ പിടിച്ചത്? ഇവര് ഈ സൗണ്ട് ഉണ്ടാക്കി പോണ കണ്ടിട്ടാ, സൈലൻസറൊക്കെ രൂപമാറ്റം വരുത്തി സൗണ്ട് ഉണ്ടാക്കി പോണ കണ്ടിട്ടാണ്. അങ്ങനെ ഇവന്മാര് വണ്ടി ഇട്ടിട്ട് ഓടി. അങ്ങനെ ചേസ് നമ്പർ വഴിയാണ് നമ്മളെ വിളിക്കണത്, കാര്യങ്ങളൊക്കെ പിടിക്കണത്. ഇപ്പോ വണ്ടി കിട്ടിയിട്ടും ആ വിഷമം അമലിന് മാറില്ല. കിട്ടിയ വണ്ടിയുടെ അവസ്ഥ എങ്ങനെയാണ്? വണ്ടി നല്ല അവസ്ഥ ഇരിക്കുന്നത് ഇപ്പോൾ.